മക്കളെ നിങ്ങൾ ആരാ? ഞാൻ പറഞ്ഞിങ്ങനെ സുബീഷേട്ടന്റെ ഫ്രണ്ടാ. സുബീഷിന്റെ ഫ്രണ്ടാണ്. ഓക്കെ മക്കളെ ശരി. അപ്പൊ ഞാനിങ്ങനെ ചേട്ടനെ ഭയങ്കര ആരാധനയാണ്. അപ്പം ചേട്ടൻ എന്നിട്ട് ഓർത്തത്, ചേട്ടന് വരുന്ന കോൾസ് എല്ലാം പെണ്ണുങ്ങളാണല്ലോ, എനിക്കൊരു അവസരം തരുമോ, കോമഡിക്കകത്തുള്ള ആരെങ്കിലും പരിചയപ്പെടുത്തുവോ, എനിക്കൊന്ന് മുഖം കാണിക്കണമെന്ന് പറഞ്ഞാണ് വരുന്ന കോൾസും മെസ്സേജ്. ഞാൻ വന്നു കഴിഞ്ഞിട്ടും ഞാൻ വാട്സപ്പ് നോക്കിയാൽ ചേട്ടാ എനിക്കൊന്ന് കോമഡിക്കകത്ത് സ്കിറ്റിനകത്തൊന്ന് കയറ്റുമോ, ഇതൊക്കെ തന്നെയാണ് ചേട്ടനോട് വരുന്നത്. കുറെ ഫോട്ടോസ് വെച്ച് ചേട്ടാ ഈ ഫോട്ടോ കൊള്ളാവോ, ഇതിനകത്തൊന്ന് കയറ്റുമോ. സുചേട്ടൻ ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഞാനാണ് ചിലപ്പോൾ റിപ്ലൈ കൊടുക്കും. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജ് എന്നിൽ നിന്നാണ് ആൾക്ക് വന്നത്. അപ്പോഴാണ് ആളത് പുള്ളിക്ക് ഒരു ഇതായത്, മിണ്ടാനൊന്ന് തോന്നി. അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം വരുന്ന കോളെല്ലാം എന്നെ ഒന്ന് കോമഡിക്കകത്ത് കയറ്റുമോ സുചേട്ടാ, സുചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ പരിചയപ്പെടാൻ വിളിച്ച, ഇങ്ങനെയുള്ള രീതിയിലുള്ള കോൾസ് ആണ് ഇത്. അപ്പം എന്നോട് അപ്പം ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് അഭിനയിക്കുകയൊന്നും വേണ്ട, എനിക്ക് ആളുടെ അടുത്തൊന്ന് മിണ്ടിയാ മതി എന്നുള്ള രീതിയിൽ ആദ്യമായിട്ടാണ് ഒരു കോള് വരുന്ന ആള് പറഞ്ഞു. അങ്ങനെയാണ് മിണ്ടാൻ തുടങ്ങിയത് ആള്. ഓക്കെ, അങ്ങനെ നിങ്ങൾ സംസാരിച്ച് ഓനോട് സംസാരിച്ചു. അപ്പോഴും സിസ്റ്റർ എന്നാൾ ഇട്ടേക്കുന്നേ, രേണു സിസ്റ്റർ കോള്. അപ്പം അവരുടെ വീട്ടുകാർ പറയും, കിച്ചു രേണു സിസ്റ്റർ വിളിക്കുമ്പോ ആള് പറമ്പിൽ പോയാ സംസാരിക്കും, ഇതെന്നെ സംഭവം അറിയത്തില്ല. അങ്ങനെ ആദ്യമായിട്ട് കാണുന്നതിന്റെ അന്നാണ് സിസ്റ്റർ മാറ്റി രേണു എന്നാക്കിയതും. അപ്പോഴാണ് കിച്ചു അമ്മയെന്ന് വിളിച്ചതും. അന്ന് ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ കുറച്ചൊന്ന് അടുത്ത് കഴിഞ്ഞപ്പോ തന്നെ കിച്ചു പറഞ്ഞു ഈ അമ്മേനെ മതി, ഈ അമ്മ ചെറിയ അമ്മ അച്ഛാ, നമുക്ക് ഈ അമ്മേനെ മതി, അമ്മ വലിയ അമ്മയൊന്നും അല്ല. അന്ന് കുഞ്ഞല്ലേ അവൻ, ഇപ്പൊ ആള് 20 വയസ്സായി. അന്ന് 12 വയസ്സേ ഉള്ള ആള്. അന്നാലും ചെറിയ കുട്ടികളെ പോലെ ആയിരുന്നു. ഞങ്ങളുടെ നടുക്കാണ് അവൻ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. പാട്ടുപാടി ഉറക്കാൻ സുചേട്ടൻ ഇങ്ങനെ നെഞ്ചിൽ കിടത്തി പാട്ട് പാടും. ഞാനൊരു സൈഡില് അവനൊരു സൈഡില്, രണ്ടുപേരെ പാട്ടുപാടി ഉറക്കിയിട്ടാണ് ആൾ ഉറങ്ങുന്നതൊക്കെ ആ സമയത്ത്. അതൊക്കെ ഞങ്ങൾ ഇപ്പോഴും എന്നിട്ട് കഥയൊക്കെ പറഞ്ഞുതരും ഞങ്ങക്ക്. ഇപ്പോഴും അത് കിച്ചുവിനെ അറിയാം, കാരണം അവന് ഓർമ്മയുണ്ടല്ലോ. ഒക്കെ ഇപ്പോഴും ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഓർമ്മകളൊക്കെ തന്നെയാണ്. ഓക്കെ, അന്ന് നമ്മൾ തമ്മിൽ നേരത്തെ ഒരു ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് ഇതൊക്കെ ഒന്ന് പറഞ്ഞു പോയിരുന്നു രേണു ഇതെല്ലാം. പക്ഷെ അന്ന് എന്താ പറയാ, ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നപ്പോ മക്കളേന്നും രേണുവിനെ ഇപ്പൊ പറഞ്ഞ പോലെ സിസ്റ്റർ എന്നുള്ള രീതിയിലും പിന്നെയാണ് വാവക്കുട്ടയായത്. അതാ വാവൂട്ടാ വാവുട്ടി വാവുക്കുട്ട ദേശകർ വാവൂട്ടാ അങ്ങനെ വിളിക്കും ദേശകർ. പക്ഷെ എന്റെ പേര് ഇന്നുവരെ എഡിന്ന് എന്നെ വിളിച്ചിട്ടില്ല. ഈ 5-6 വർഷം ജീവിച്ചിട്ടും എടി എന്നൊരു പദം എന്നെ ഉപയോഗിച്ചിട്ട് സ്നേഹത്തോടെ പോലും അങ്ങനെ സ്നേഹം. ഞാൻ ചോദിക്കും ചേട്ടാ എന്നൊന്ന് എടിന്ന് വിളിക്കും, ഞാൻ വൈഫല്ലേ, വിളിച്ചിട്ടില്ല ആള്. ഞാൻ എങ്ങനെയാ വാവുട്ടനെ എടിയെന്ന് വിളിക്കുന്നത്, ദേഷ്യം കയറുമ്പോ വാവൂട്ടേ ദേഷ്യം വരുമ്പോ ചിലപ്പോ ദേഷ്യം രേണു എന്നൊരു വിളിക്കും ദേഷ്യം കയറുമ്പോ. അല്ലാതെ എടിന്നോ പോടിന്നോ ഒന്നും ഇല്ല. അല്ല അപ്പൊ സ്നേഹം കൂടുമ്പോ എന്താ വിളിച്ചിട്ടുണ്ടിരുന്നത്? വാവുട്ടിയെ. ആ ഒരു നീട്ടത്തിനൊക്കെ കുറച്ച് ഏറ്റവും കുറച്ചിട്ട് വാവുക്കുട്ടേ. നമുക്കറിയാം, വേരിയേഷൻ അറിയാം. ദൂരെ നിന്നൊക്കെ 2-3 വിളിയൊക്കെ വിളിച്ചിട്ട് ഞാൻ കേട്ടിരിക്കും, വാവക്കൊട്ടാ എന്നൊരു വിളിയുണ്ട് വിറപ്പിച്ചോണ്ട്. അപ്പൊ നമുക്കറിയാം ദേഷ്യമാന്ന്. അപ്പൊ ഇപ്പൊ ഇന്നിപ്പോ ആ വാവൂട്ട എന്നുള്ള വിളി മിസ് ചെയ്യുന്നുണ്ടോന്ന് എന്ത് ചോദ്യ. നമ്മളാ സ്റ്റാർ മാജിക്ക് ഞങ്ങളെ പരിചയപ്പെടുത്തിയ ഒരു, സത്യം പറഞ്ഞാൽ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണും. കാരണം അതിനകത്ത് വാവൂട്ടാന്നുള്ള ആ വിളി, അത് മറ്റുള്ളവർക്ക് പറഞ്ഞത് മനസ്സിലാകത്തില്ല അത് എത്രത്തോളമാണ് അതിന്റെ. കാരണം വാവക്കുട്ടെ ഋതപ്പനെയും കൊണ്ടെങ്കി വാ കിച്ചൂട്ടാന്നൊരു വിളിയുണ്ട് ഞങ്ങളെ സ്റ്റാർ മാജിക്ക് ഇൻട്രോ ചെയ്യുന്നത്. ആ ഒരു വിളി എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇരുന്ന് കാണാറുണ്ട്. പക്ഷെ അത് ആരെയും അറിയിക്കാറില്ല. അത് മറ്റുള്ളവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ പറയും അഭിനയമാണെന്ന് പറയും. ഇപ്പൊ ഞാൻ കണ്ണുനീരൊഴുക്കിയാലും അത് അഭിനയമാണെന്ന് പറയുന്ന ആൾക്കാരാണ് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത്. അതുകൊണ്ടാണ് ഞാൻ സുചേട്ടൻ്റെ ആണ്ടിന് പോലും ഞാൻ കരഞ്ഞില്ല. ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ പറയും അവള് ഗ്ലിസറിൻ ഇട്ട് കരഞ്ഞാന്ന് പറയും. അങ്ങനെ ഒരു സമൂഹമാണ് എനിക്ക് ചുറ്റും ഇപ്പൊ ഉള്ളത്. അത് നമ്മൾ നോക്കണോ, നമുക്ക് സങ്കടം വന്നാൽ നമ്മളൊരു സാധനം വരുമ്പോ പ്രതികരിക്കുന്നത് പോലെ തന്നെ, സന്തോഷം വരുമ്പോ ചിരിക്കണത് പോലെ തന്നെ, നമുക്ക് സങ്കടം വരുമ്പോ നമ്മൾ കരഞ്ഞു തന്നെയല്ലേ നമ്മൾക്ക് തീർക്കേണ്ടത്. അതിന് പോലും അവകാശമില്ല എനിക്ക്. അതാണ് അതിന് പോലും നെഗറ്റീവ്സ് പറയുന്നത് എന്താണ് കാര്യമെന്ന് എനിക്ക് അറിയത്തില്ല. അത് എന്തുകൊണ്ടാണ്. ഞാനൊരു എന്താ പറയാ, ആരെയും ചെന്ന് ദ്രോഹിക്കുന്നില്ല, ഒരു ക്രിമിനൽ പശ്ചാത്തലം എനിക്കില്ല, ആരെയും കൊല ചെയ്യുന്നില്ല, പീഡിപ്പിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല, ഒരു കുഞ്ഞുങ്ങളും കഴിക്കേണ്ട ആഹാരത്തിൽ നിന്ന് കൈയിട്ട് വരുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല ഞാൻ. പക്ഷെ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്നത്? അവർക്ക് ആർക്കും ഒരു ദ്രോഹം എന്നെ കൊണ്ട് ചെയ്യുന്നില്ല. അതാണ് എനിക്കറിയാത്തത്. എനിക്കറിയില്ല എന്താണ്. ഞാൻ എൻ്റെ ഒരു ലൈഫിൽ അഭിനയിച്ച് ജീവിക്കുന്നു. പക്ഷെ ആരോപണങ്ങളും എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എവിടുന്നൊക്കെയാണോ എനിക്കറിയില്ല. പഴയ കുറെ ആൾക്കാരെ എവിടുന്നൊക്കെയോ കുറെ വ്ളോഗേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടുകാരെ പോലും എന്താ പറയാ, വീട്ടുകാരെ പോലും വൃത്തികെട്ട രീതിയിലൊക്കെ ഇന്നലെ ഒരു സാധനം ഇറങ്ങിക്കുന്നത് ഞാൻ കണ്ടല്ലോ, എൻ്റെ ചേച്ചി വിളിച്ചു സുധിച്ചേട്ടനെ കൊന്നതാന്ന്.
എൻ്റെ പപ്പ സൂചിച്ചേട്ടൻ മരിക്കാൻ തലേന്ന് ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുക, മരിക്കൂ എന്നുള്ള രീതി കിടക്കുക മെഡിക്കൽ കോളേജിൽ. ആളെങ്ങനെയാണ് സൂചിച്ചേട്ടൻ, ഞാൻ കൊന്നതാണോ, ഞാൻ എങ്ങനെയാണ് സൂചിച്ചേട്ടനെ കൊല്ലുന്നത്? ഞാൻ കിടന്ന് ഉറങ്ങുക സൂചിച്ചേട്ടൻ മരിക്കും, ഞാൻ അറിയുന്ന പോലും ഇല്ല ആൾ മരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതല്ലേ കയ്പമംഗലത്ത് പനമ്പിക്കുന്നതിൽ വണ്ടി ഇടിച്ച് മരിച്ചതെന്ന്. പിന്നെ എന്തിനാണ് ഇത്? ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ ആത്മഹത്യ ചെയ്യണോ? അതാണോ ഇവരുടെ ആത്മഹത്യയെ പേടിച്ചിട്ടല്ല. ആത്മഹത്യ ഒരു പേടിയില്ല എനിക്ക്. ഞാൻ ഇപ്പോഴും പറയാം, ഇത്രയും സ്ട്രോങ് ആയിട്ട് എനിക്ക് ആത്മഹത്യേനെ ഒരു പേടി. പക്ഷേ കുഞ്ഞ് ഋതപ്പൻ കിച്ചു, അവർക്ക് അമ്മയും കൂടെ ഇല്ലാതാക്കണം. മരിക്കുവാണെങ്കിൽ ആ കുഞ്ഞിനെയും കൂടെ അല്ലെങ്കിൽ പിള്ളേർക്കും കൂടെ വിഷം കൊടുത്തിട്ടേ ഞാൻ ചാകത്തുള്ളൂ. കാരണം നമ്മൾ മാക്സിമം നെല്ലിപ്പലക കണ്ടിരിക്കുന്നു. പിള്ളേരെ സമൂഹത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ചാകത്തില്ല. കാരണം ഇന്നലെ വന്നേക്കുന്നത് ഞാൻ സുധിച്ചേട്ടനെ കൊന്നത് എൻ്റെ പപ്പ കൊന്നതാണ്. എനിക്കറിയില്ല ഇതിനും കൂടുതൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ. അതാണ് ഞാൻ പറയുന്നത്. ഇനി എന്താണ് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്നവർ ഇങ്ങനെ ഈ വ്ളോഗേഴ്സ് ഉണ്ടല്ലോ കുറേ, ഇവന്മാരെന്ത് കണ്ടിട്ടാണ് ഈ നെഗറ്റീവ് ആവശ്യമില്ലാത്ത അവർ പറഞ്ഞോട്ടെ, നമ്മളുള്ള കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് വിഷയമല്ല. കൊന്നതാണ്, എൻ്റെ വീട്ടുകാർ കൊന്നു സൂചിച്ചേട്ടനെ. സൂചിച്ചേട്ടനെ എന്തിനാ ഞങ്ങൾ കൊല്ലുന്നത്? ഇനി അതാണോ ഈ മക്കളെയും കൂടെ തല്ലിക്കൊന്നിട്ട്? മൂത്ത മോൻ ഏതായാലും വലിയ കുട്ടിയാ, അവന് ഞാൻ വിളിച്ചാന്ന് കൊച്ചിന് ഞാൻ കൊടുത്തിട്ട് ഞാൻ ചാകത്തുള്ളൂ. അവനെയും കൂടെ കൊന്നിട്ടേ ചാകത്തുള്ളൂ. കാരണം അത്രയ്ക്കും നമ്മൾ മാക്സിമം അനുഭവിക്കുവാണ്. ഇതൊക്കെ വീട്ടുകാരെ കൂടെ പറയും, എന്നെ പറഞ്ഞ എനിക്ക് വിഷയമില്ല. പക്ഷെ എന്നിട്ടും ഞാൻ ജീവിക്കുന്ന ആ പിള്ളേരെ ഓർത്തിട്ടാണ്, ഇല്ലേ? അല്ലാതെ എനിക്ക് ബെനിഫിറ്റിനൊന്നും അല്ല ഞാൻ ജീവിക്കുന്നത്. എനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഈ ആൽബം അഭിനയിച്ചാലും രമ്യയ്ക്ക് അറിയാമോ, ചെറിയ തുകകളാണ് ഞാൻ മേടിക്കുന്നത്. ഇന്നലെ തന്നെ എന്നോട് ഒരാൾ ചോദിച്ചു എത്ര ആൽബത്തിന് മേടിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ചുമ്മാ ഒരു 5-6 എന്ന് പറഞ്ഞപ്പോൾ 6 ലക്ഷം ഉള്ളൂന്നാ. ലക്ഷമോ? ഞാൻ ജീവിതത്തിൽ കേട്ടിട്ട് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞേ 6000 രൂപയുടെ കാര്യമാണ് പറയുന്നത്. പബ്ലിക്കായിട്ട് ഞാൻ പറയാം, 6000-5000 രൂപയുടെ കാര്യമാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ നിൽക്കുക. അപ്പം രേണുസുതി ഭയങ്കര പ്രതിഫലം മേടിക്കുന്നതാണല്ലോ ഞാൻ അറിഞ്ഞത്. ഈ 6000 രൂപ, ഈ 5000 രൂപ ഉണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് കഞ്ഞി പപ്പായ്ക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, അരി മേടിക്കാം നമുക്ക്. എന്നിട്ടും പറയുന്നത് ഇവൾ ഇത്രയും ചെയ്തിട്ട് ഇവക്ക് ഡ്രസ്സില്ല മറ്റേതില്ല. ഞാൻ എന്തിനാണ് മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റാവുന്നത്? ഞാൻ എൻ്റെ കാര്യം പറയുന്നു. ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്ന് എൻ്റെ കാര്യം പറയാൻ എനിക്കേ പറ്റത്തുള്ളൂ, വേറെ ആരും ഇല്ല എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ. അതിനു പോലും കുറ്റം കണ്ടെത്തുവാണ് ആൾക്കാർ. പക്ഷെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് രമ്യ. ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒന്ന് ജസ്റ്റ് ചെന്ന് കടപ്പുറത്ത് ആ ഒരു ഷൂട്ടിൻ്റെ ഇതിന് പോയത്. ആ മനുഷ്യരുടെ ഒരു സ്നേഹം, കണ്ണൂർ പോയപ്പോൾ അവരുടെ മനുഷ്യരുടെ സ്നേഹം, നമ്മളെ തിന്നാൻ വരുന്ന സ്നേഹമാണ്. ഞങ്ങളുടെ സൂചിച്ചേട്ടൻ്റെ വൈഫാണല്ലോ എന്ന് ഓർത്ത കെട്ടിപ്പിടിച്ചാണ്. ആ സ്നേഹത്തിനൊക്കെ മുന്നിൽ ഞാൻ പിന്നെ എന്തിനാണ് ഈ പീറകൾക്ക് വേണ്ടി മരിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കും. മനുഷ്യനല്ലേ, മാക്സിമം എത്രയോ പോകുന്ന മനുഷ്യർ. ഞാൻ ചില സമയം ഞാൻ ചിന്തിക്കും ഇതെല്ലാം കൂടെ അങ്ങ് തീർത്താലോ എന്ന് ഓർക്കും. പക്ഷെ ഒറ്റയ്ക്ക് തീരത്തുമില്ല. തീരുവാണ് കൊച്ചിനെ തീർത്തിട്ട് ഞാൻ പോകും. അങ്ങനെ ഒരു ഇതായി പോകുമല്ലോ. നമ്മൾ മനുഷ്യനല്ലേ. കാരണം ഇന്നലെ പറയാം സുധിച്ചേട്ടനെ ഞാൻ കൊന്നു, എൻ്റെ പപ്പ കൊന്നു,